കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ആദ്യമായിട്ടായിരിക്കും ഒരു ഷോ കൺഗ്രാറ്റ്സ് കൊടുത്തിട്ട് തുടങ്ങുന്നത്. അപ്പോൾ ഈ ഒരു നടന് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഒരു മുഖവുരയുടെയും ആവശ്യമില്ല. നമ്മളോടെല്ലാവരും തല്ലുമ്പോൾ കൈയടിക്കാൻ പറഞ്ഞാണ് ഞങ്ങളുടെയൊക്കെ മനസ്സിലേക്ക് വന്നത്. ഇത് കഴിഞ്ഞിപ്പോൾ ഞങ്ങൾ ശരിക്കും കൈയടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പറയുകയാണ് ഇതാണ് ഞങ്ങൾ പറഞ്ഞ നടൻ. എല്ലാവർക്കും നമസ്കാരം. വളരെയധികം സന്തോഷമുണ്ട് ഇങ്ങനെ എൻ്റെ സംസ്ഥാനം എന്നെ അംഗീകരിച്ചതിൽ, എൻ്റെ കൂടെ നിൽക്കുന്നതിൽ വളരെയധികം സന്തോഷം. പിന്നെയും എളിമ കൂടിയിരിക്കുകയാണെന്ന് തോന്നുന്നു അവാർഡ് കിട്ടിക്കഴിഞ്ഞാൽ. അത് ഉള്ളിടത്തോളം കാലമാണ് എന്നോടുള്ള സ്നേഹം. അതായത് പെർഫോമർ എന്നുള്ള രീതിയിൽ ജനം ഇഷ്ടപ്പെടുന്നുണ്ട്, പക്ഷെ അതിനേക്കാൾ ഉപരി മണികണ്ഠൻ വിനയമര്യാദയ്ക്കുള്ളൊരു പയ്യനാണ്, നമ്മുടെ ഒരു ആളാണ് എന്നുള്ളൊരു സ്നേഹമാണ്. അത് നിലനിർത്താനുള്ള പരിശ്രമമാണ് എൻ്റെ ഈ ജീവിതം. ശരിക്കും കുറച്ചൊരു ക്ലീശ ആയിട്ടുള്ള ചോദ്യമാണ്, എന്നാൽ കൂടെ ഇങ്ങനൊരു അവാർഡ് പ്രതീക്ഷിച്ചിരുന്നോ? ഞാൻ ജൂറിയുടെ പരാമർശം ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ചുള്ളൂ, പക്ഷേ സ്വഭാവ നടനായിട്ട് തിരഞ്ഞെടുക്കപ്പെടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. വളരെയധികം ഞാൻ വേറൊരു സ്ഥലത്ത് ഇൻ്റർവ്യൂ കൊടുക്കാൻ പോയപ്പോൾ അവിടെ വെച്ചിട്ടാണ് ഇത് അറിയുന്നത്. അത് ഭയങ്കരമായിട്ട് അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷം കമ്മട്ടിപ്പാടത്തിലെ എഡിറ്റർ അജിത്ത് ചേട്ടന് അവാർഡുണ്ട്, വിനായകൻ ചേട്ടനും എനിക്കും കൂടി കിട്ടിയപ്പോഴാണ് അത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ആസ്വദിക്കാൻ കഴിഞ്ഞത്. അല്ലെങ്കിൽ ചെറിയൊരു വിഷമം ഉണ്ടാവും, അയ്യോ വിനായകൻ ചേട്ടൻ അർഹതപ്പെട്ടതാണ്. അതെ, ഡെഫിനറ്റ്. അപ്പോൾ ഏതായാലും ഇനി പുതിയ ചിത്രത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് വരാമെന്ന് തോന്നുന്നു. അയാൾ ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറഞ്ഞ ചിത്രത്തിലെ വൺ ഓഫ് ദി മെയിൻ ക്യാരക്ടേഴ്സ് ആണ് അല്ലേ, രണ്ട് നായകന്മാരിൽ ഒരാളാണ്. അപ്പോൾ എത്രത്തോളം വ്യത്യസ്തമാണ് ബാലൻ ചേട്ടനിൽ നിന്ന് ഈ കഥാപാത്രം? നല്ല വ്യത്യസ്തമായിട്ടുള്ള ഒരു ആളാണ്. പിന്നെ ഇതിൽ നായകൻ എന്ന് പറയുന്നത് സബ്ജക്റ്റ് തന്നെയാണ്. അതിൽ വിജയേട്ടനും ഞാനും അതിൻ്റെ ഒരു ഉപകരണങ്ങളായി എന്ന് മാത്രമേ ഉള്ളൂ. സബ്ജക്റ്റ് ആണ് നന്നായി നിൽക്കുന്നത്. ഇപ്പോൾ വരുന്ന സിനിമകളുടെ പ്രത്യേകതയും അത് തന്നെയാണ്. സിനിമയ്ക്ക് ആവശ്യമായ, ഇപ്പോൾ സിനിമയ്ക്ക് ഇപ്പോൾ ലൈറ്റ് വേണം, സിനിമയ്ക്ക് മേക്കപ്പ് വേണം, സിനിമയ്ക്ക് ക്യാമറ വേണം, സിനിമയ്ക്ക് നടൻ വേണം. അല്ലാണ്ട് നടനല്ല നടന് വേണ്ടിയിട്ടല്ല സിനിമ ഉണ്ടാവുക എന്നുള്ളതാണ് ഇന്നത്തെ മലയാള സിനിമയുടെ ഒരു തിരിച്ചറിവ്. നമ്മളുടെ പ്രേക്ഷകൻ്റെ മാറ്റമാണ് അതിന് സഹായിച്ചിട്ടുള്ളത്. കാരണം അങ്ങനത്തെ സിനിമകളെ അവൻ സ്വീകരിക്കുന്നുള്ളൂ. അത് ഇപ്പോൾ പുതിയ 82 പുതിയ ആക്ടേഴ്സിനെ വെച്ചിട്ടുള്ള അങ്കമാലി ഡയറീസ് നന്നായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാം. അതിൽ നിന്ന് ഇവിടെ നല്ല സബ്ജക്റ്റ് ഉണ്ടാവുക എന്നുള്ളതാണ്. ഇനി ഈ ഒരു സിനിമയിലെ കഥാപാത്രം എങ്ങനെയാണ് ഈ ഒരു സിനിമയിലേക്ക് എത്തുന്നത്? ഞാൻ കമ്മട്ടിപ്പാടം കഴിഞ്ഞിട്ട് 3 ചിത്രങ്ങൾ ചെയ്തു. അയാൾ ജീവിച്ചിരിപ്പുണ്ട്, ബഷീറിൻ്റെ പ്രേമലേഖനം, അലമാരയും ഇപ്പോൾ 17-ാം തീയതി മാർച്ച് 17-ന് റിലീസാണ്. അയാൾ മാർച്ച് 10-ല്. ഞാൻ കമ്മട്ടിപ്പാടത്തിന് ശേഷം എൻ്റെ 2 സുഹൃത്തുക്കൾ ഇതിൽ അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരാണ് പറഞ്ഞത്, ചേട്ടാ ഇങ്ങനൊരു കഥ കേൾക്കണം. അപ്പോൾ ഞാൻ ചോദിച്ചു, അദ്ദേഹം ഇതിനു മുമ്പ് ഏതാ പടം ചെയ്തതെന്ന് ചോദിച്ചു. അപ്പോൾ പടമൊന്നും ചെയ്തിട്ടില്ല, പുള്ളി 10-30 വർഷമായിട്ട് സിനിമയിലുള്ള ആളാണ് ചേട്ടാന്ന് പറഞ്ഞു. എനിക്കപ്പോൾ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു പേടി ഉണ്ടായിരുന്നു, ഈ പുതിയ സംവിധായകർക്ക് കൊടുത്തു കഴിഞ്ഞാൽ പണിയാവും. ഒന്നാമത് ഞാൻ അതെ, ഞാൻ നല്ല ഒരു വലിയ സംവിധായകൻ്റെ പടത്തു നിന്ന് നല്ല രീതിയിൽ ഇറങ്ങി വന്നേക്കാണല്ലോ. ഇനിയിപ്പോൾ അടുത്തത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണ്ടേ, പുതിയ ആൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ. ഒന്നാമത് ഞാൻ ഡയറക്ടർ ആക്ടറാണ്, സംവിധായകനെ 100% വിശ്വസിക്കുക, അദ്ദേഹം പറയുന്നത് എന്താ അതങ്ങനെ ചെയ്യുക, അതല്ലാതെ എൻ്റേതായ മാജിക്കുകളൊന്നുമില്ല. അപ്പോൾ ഞാനതൊന്ന് പരിങ്ങി. അപ്പം ചേട്ടൻ കഥയൊന്ന് കേൾക്ക്, കഥ കേട്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ചേട്ടൻ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. കേൾക്കാം എന്ന് പറഞ്ഞ് പോയി. പക്ഷെ കഥ പറഞ്ഞ് ഇപ്പോൾ എനിക്ക് മനസ്സിലായി ഇദ്ദേഹം ഈ സിനിമ നന്നായി ചെയ്യുമെന്ന്. കാരണം കാര്യം പറയുമ്പോൾ അത് കേൾക്കുന്ന ആളുടെ കണ്ണിൽ വരണമെങ്കിൽ, കാണാൻ കഴിയണമെങ്കിൽ ആ സബ്ജക്റ്റ് അത്രമാത്രം അയാളുടെ ഹൃദയത്തിലുണ്ട്, അതിനു വേണ്ടി പഠിച്ചിട്ടുണ്ട്, ഒരു ഡൗട്ടും ഇല്ല. അതായത് മുരുകൻ എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ എനിക്ക് പറഞ്ഞു തരുമ്പോൾ എൻ്റെ മുമ്പിൽ മുരുകൻ നിൽക്കുകയാണ്. മുരുകൻ എങ്ങനെ സംസാരിക്കണമെന്നും മുരുകൻ എങ്ങനെ നടക്കണമെന്നും നോക്കണമെന്നൊക്കെ എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഞാനപ്പോൾ ഉറപ്പിച്ചു വ്യാസൻ ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യാമെന്ന്. അതിൽ ഒരു തെറ്റും സംഭവിച്ചിട്ടില്ല. ഒരു പുതിയ സംവിധായകൻ്റെ സിനിമ എന്ന് ആരും പറയില്ല. കാരണം ഇതിൻ്റെ ടെക്നീഷ്യൻസ് എല്ലാം വ്യാസേട്ടൻ ഉപയോഗിച്ചേക്കുന്ന ബാക്കിയെല്ലാം സീനിയേഴ്സാണ്. ക്യാമറ ഹരിനായർ, മ്യൂസിക് ചെയ്തേക്കുന്ന ഔസേപ്പച്ചൻ സാറ്, പിന്നെ
എൻ്റെ എഡിറ്റർ അജിത്ത് ഏട്ടൻ, അതൊരു എൻ്റെ ഒരു ഭാഗ്യമാണ്. കാരണം എൻ്റെ ആദ്യ സിനിമയിലെ എഡിറ്റർ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന, ലൊക്കേഷനിൽ ഡയലോഗൊക്കെ പറഞ്ഞു തരാൻ കൂടെ ഉണ്ടായിരുന്ന അജിത്ത് ഏട്ടൻ ഈ ചിത്രത്തിലും എൻ്റെ കൂടെ ഉണ്ട്. ഇതും വിജയമാവുമെന്നാണ് പ്രതീക്ഷ. നിങ്ങൾ ഒരുപാട് വായിച്ചൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിലും അപ്പോൾ മണികണ്ഠൻ കമ്മട്ടിപ്പാടത്തിലെ ബാലൻ ചേട്ടൻ ആവുന്നതിൻ്റെ മുമ്പ് എവിടെയായിരുന്നു? ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. ഇനിയും ഇവിടെയൊക്കെ പല ബാലന്മാർ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ മണികണ്ഠന്മാർ നടക്കുന്നുണ്ട്. അവരെ കണ്ടെത്തുക എന്നുള്ളതാണ്. ഇപ്പം എന്നെ കണ്ടെത്തി എവിടെയായിരുന്നു എന്നുള്ള ചോദ്യം നമ്മുടെ തൊട്ടടുത്തുണ്ടാവും, നമ്മുടെ മുമ്പിലുണ്ടാവും, പക്ഷെ നമ്മൾ കാണുന്നില്ല. അത് കാണുന്ന ഒരു കാലം വരുമ്പോൾ ഓരോരുത്തർ വരും. അങ്ങനെ ഞാനിവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അപ്പം എന്തായിരുന്നു മുമ്പ് എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? ഞാൻ നാടകമാണ് പ്രധാനപ്പെട്ട നമ്മളുടെ തട്ടകം. അപ്പോൾ നാടകത്തിൽ വരുമാനം ഉണ്ടാവുന്നത് വളരെ കുറച്ചാണ്. അപ്പോൾ അതുകൊണ്ട് പല ജോലികൾക്കും പോയി. ഈ നാടകം സിനിമയൊക്കെ മോഹമായിട്ട് നടക്കുമ്പോൾ ഒരു ജോലി കൃത്യമായി ചെയ്യാൻ പറ്റില്ല, ഒരു ഉത്തരവാദിത്തമുള്ള ജോലികൾ ചെയ്യാൻ പറ്റില്ല. ഇതിന് ഉത്തരവാദിത്തം കൂടുമ്പോൾ അവിടെ ഉത്തരവാദിത്തം. അതെ, ഞാൻ ക്വാളിറ്റി മിഷൻസ് ആൻഡ് സ്പേസ് എന്ന് പറഞ്ഞിട്ട് വളഞ്ഞമ്പലത്തിൽ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്തിരുന്നു. അവിടെ നിന്ന് പറഞ്ഞിട്ടെന്ന് വെച്ചാൽ ഇതാ പ്രശ്നം, ഇടയ്ക്കിടയ്ക്ക് ലീവ് കൃത്യമായിട്ട് പറഞ്ഞു വിട്ടല്ല, നമ്മൾ വന്ന് പോന്നു, അത് നടക്കില്ല എന്ന് മനസ്സിലായി. പിന്നെ കൂലിപ്പണികളാണെങ്കിൽ ബെസ്റ്റ് എന്ന് നോക്കിയിട്ട് കൂലിപ്പണികൾക്ക് പോകാൻ തുടങ്ങി. പെയിൻറ്റിങ്, കൽപ്പണി, പൈലിങ്ങിൻ്റെ പണി, ബസ്സിൽ, അങ്ങനെ ഇങ്ങനെ എല്ലാം. മിക്ക പണികൾക്കും വേണ്ട ഒരു പണിയും പഠിച്ചിട്ടില്ല. അവസാനം മാർക്കറ്റിലാണ്. മാർക്കറ്റിൽ നിന്നാണ് എൻ്റെ ലൈഫിനൊരു ടേണിംഗ് പോയിൻ്റ് ഉണ്ടായിട്ടുള്ളത്. ചമ്പക്കര മാർക്കറ്റിൽ വെളുപ്പിന് 4 മണി തൊട്ട് ഒരു 10-10:30 വരെ നിൽക്കാം. അത്യാവശ്യം കയ്യിൽ കാശുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് വീട്ടിൽ പോയി കുളിച്ചിട്ട് നാടകം കളിക്കുകയോ എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കമ്മട്ടിപ്പാടം എനിക്ക് വന്നത്. ഈ കമ്മട്ടിപ്പാടത്തിലെ ബാലൻ ചേട്ടനാവാൻ വേണ്ടി ശരിക്കും ഞങ്ങൾക്ക് കാണായിരുന്നു ഒരു എന്താ പറയുക, ഒരു ട്രാൻസ്ഫറൻസ്, നമുക്കൊരു ഡിഫറെൻറ്റ് ഒരു ലുക്കായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ, അതോ ഡയറക്ടർ പറഞ്ഞതുപോലെ? ഫുൾ സംവിധായകനാണ്. അതായത് ഞാൻ ചെയ്തിരുന്നു, ഭയങ്കര ഡെഡിക്കേഷനൊക്കെ ആയിരുന്നു. പക്ഷേ അതൊന്നും അല്ല അവിടെ എടുത്തത്. ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെ അഭിനയിക്കാൻ അറിയുമെന്ന്. കാരണം ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട് തമിഴ് സിനിമയിലൊക്കെ. അപ്പോൾ ഭയങ്കര എക്സ്പ്രഷൻ്റെ കളികളായിരുന്നു. നാടകത്തിൽ നിന്ന് വന്നിട്ടുള്ള കാരണം ഞാൻ ചില TV സീരിയലുകളിലൊക്കെ, അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഭയങ്കര മുഖം ഇങ്ങനെ കാണിച്ചു. ഇതെങ്ങനെയാണ് ഞാൻ കമ്മട്ടിപ്പാടത്തിൽ അങ്ങനെ ഇപ്പോൾ ഒരു പിരുകം പോലും അനങ്ങാതെ ഇങ്ങനെ നോക്കി നിന്ന് ഡയലോഗ് പറഞ്ഞത്, അല്ലെങ്കിൽ ആ സിറ്റുവേഷന് വേണ്ട രീതിയിൽ ജീവിതം മാജിക്കാണത്. രാജീവേട്ടൻ്റെ മാജിക്കാണ് അത്. വന്ന് പറഞ്ഞു തരുന്ന രീതി, അല്ലെങ്കിൽ അവർ കണ്ടിട്ടുള്ള ഒരാളെ കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നെ പോലെ. അങ്ങനെ ഒരു ബാലചേട്ടൻ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ബാലൻചേട്ടന്മാർ ഇഷ്ടംമാതിരി. അതായത് ഈ കവിതാ തിയേറ്ററിൽ നടന്നിട്ടുള്ള ആ രംഗമുണ്ടല്ലോ, അതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. നേരിട്ട് ഷേണായിസിലും അവിടെ ഇവിടെയൊക്കെ തിക്കും തിരക്കും, ഇടി, മുണ്ടഴിഞ്ഞു പോയി, അത് ജഡ്ഡിപ്പുറത്ത് നിന്ന് ഇടി, ഇതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കണ്ടതിൻ്റെ ഒരു ഇൻസ്പിറേഷൻ ഉണ്ട് നമുക്ക്, അത് ചെയ്യാൻ സഹായിച്ചു. പിന്നെ എന്താ പറയുക, ലാലേട്ടൻ്റെ നമ്മുടെ ആടുതോമയിൽ, അപ്പോൾ അതൊക്കെ ഒരു മനസ്സിൽ കിടപ്പുണ്ട്. അതെ, മുണ്ടില്ലാത്ത അടി, അതൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നുള്ളൊരു ഇത് നേരത്തെ മുതലേ ഉണ്ട്. കമ്മട്ടിപ്പാടം കണ്ടിട്ട് എല്ലായിടത്തും നല്ല അഭിപ്രായമായിരുന്നു. എന്നാലും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് ഏതായിരുന്നു, അല്ലെങ്കിൽ ഏറ്റവും ഓർത്തിരിക്കുന്നത് എന്താണ്? ഒരുപാട് ആക്ടേഴ്സ്, സീനിയേഴ്സ് വിളിച്ചു, ഒരുപാട് പേര് നേരിട്ട് കണ്ട് എന്ന് പറഞ്ഞു. മമ്മൂക്ക തൊട്ടടുത്ത് പിടിച്ചിരുത്തി ഫോട്ടോ എടുത്തു. അത് ഏറ്റവും ഭയങ്കര സന്തോഷം. കാരണം ഭയങ്കര ഒരു ഊർജ്ജമാണ് അതൊക്കെ. ഇപ്പോഴും മമ്മൂക്കാനെ എവിടെങ്കിലും വെച്ച് കാണുമ്പോൾ പേരെടുത്ത് വിളിക്കും. അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ഇനി എല്ലാവരും പേരെടുത്ത് വിളിക്കും. മണി എന്തായടാ, വണ്ണം കുറയ്ക്കണോ എന്നൊക്കെ ചോദിക്കും. ഒരു 5 മിനിറ്റ് നമ്മളടുത്ത് നിന്ന് സംസാരിച്ചിട്ട് പോകും. അത് ഒരു പുതുമുഖ നടനെ സംബന്ധിച്ച് അത് ഭയങ്കര ഒരു ഊർജ്ജമാണ്. അത് 10 പേര് കേൾക്കുകയാണെന്ന് പറയുക. അപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട്. പിന്നെ ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയിട്ടുള്ളത് ഇന്ദ്രേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ദ്രജിത്ത് പൃഥ്വിരാജ്, അദ്ദേഹത്തെ നേരിട്ട് കണ്ടു. കൂടുതൽ സന്തോഷമായത് രാജീവേട്ടൻ എന്ന് പറയുന്ന മനുഷ്യൻ വല്ലാതെ എന്താ വികാരങ്ങൾ ആളല്ല. നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ഒരു പ്രത്യേക ഭാവം മാത്രമേ. അദ്ദേഹം എൻ്റെ തോളിൽ തട്ടിയിട്ട് മണി പൊളിച്ചു, അടിപൊളിയായിട്ടുണ്ട് എന്ന് പറഞ്ഞു.
അത് എനിക്ക് ഭയങ്കര ഒരു അംഗീകാരമായിട്ട് ഒരു അവാർഡ് തന്നെയായിട്ട് ഫീൽ ചെയ്യുന്നു. ഒരു സിനിമാ നടനാകുന്നത് ശരിക്കും സ്വപ്നം കണ്ടിട്ടുണ്ടോ, അതോ നാടകം തന്നെ ആയിരുന്നോ മനസ്സിലുണ്ടായിരുന്നത്? നാടകമായിരുന്നു. അത് നാടകമായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് ലക്ഷ്യോ ബോധമൊന്നും ഇല്ലാതെ അങ്ങനെ പണിക്ക് പോകരുത് എന്നുള്ള വേർപ്പൻ്റെ അസുഖമുള്ള ഒരു കുട്ടിയായിരുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നാടകത്തിൻ്റെ ഒരു ഭ്രാന്തമായിട്ടുള്ള ഒരു പരിപാടികളൊക്കെ ആയിട്ട് പോകുമ്പോഴാണ് എഡിറ്റർ ബി ലെനിൻ സാറാണ് എൻ്റെ സിനിമ ഗുരു. അദ്ദേഹത്തിൻ്റെ സിനിമയിൽ അഭിനയിക്കാനായി ചെന്നൈയിൽ കൂട്ടിക്കൊണ്ടുപോയി. ചെന്നൈയിൽ പോയപ്പോഴാണ് സിനിമ എന്ന് പറയുന്ന കലയുടെ പുറകിൽ എന്തുമാത്രം വിയർപ്പുണ്ട്, എന്തുമാത്രം കണ്ണീരുണ്ട്, എത്ര പേരുണ്ട് എന്നൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. അവിടെ ഒരു സ്റ്റുഡിയോയിൽ ജോലി ചെയ്തു. ആ സ്റ്റുഡിയോയിൽ വിജയവും പരാജയവും കണ്ടു. അങ്ങനെ അതിൻ്റെ ഒരു അടക്കം എനിക്കിപ്പോൾ ഉണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനൊരു വിജയം വന്ന് ഇപ്പോൾ സംസ്ഥാന അവാർഡ് കിട്ടി, ഇപ്പോൾ അത്യാവശ്യം പൈസയുണ്ട്. പക്ഷേ നിഗളിക്കാൻ തോന്നാത്തത് ഈ പരാജയങ്ങൾ നേരിട്ട് കണ്ടതുകൊണ്ടും സിനിമ എന്ന് പറയുന്നതിനെ പച്ചയായി കണ്ടതുകൊണ്ടും ആയിരിക്കാം. എൻ്റെ ഭാഗ്യമാണ് സാർ എന്നെ അങ്ങോട്ട് കൊണ്ടുപോയത്, അത്തരം എക്സ്പീരിയൻസ് കിട്ടിയത്. അപ്പോൾ പൊതുവെ വീട്ടിൽ നിന്നുള്ള ഒരു സപ്പോർട്ടും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ. ഇങ്ങനെ ഈ പറഞ്ഞ പോലെ വലിയ ലക്ഷ്യബോധം ഇല്ലാതെയൊക്കെ നടക്കുന്ന സമയത്തൊക്കെ എന്തായിരുന്നു വീട്ടുകാർ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാർ തന്നെയാണ്. അല്ലേ, അച്ഛൻ പാട്ട് പാടും, ഈ ഉടുക്ക് പാട്ട്, കരകാട്ടം ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചേട്ടന്മാരൊക്കെ കലാകാരന്മാരാണ്. മൂത്ത ചേട്ടൻ ശില്പിയാണ്, മുരുകദാസ്. ചെമ്പ് തകിടിലൊക്കെ കൊത്തിയിട്ട് പേപ്പറിലൊക്കെ വന്നിട്ടുള്ളതാണ്. ആൾ നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ളൊരു ആർട്ടിസ്റ്റാണ്. രണ്ടാമത്തെ ചേട്ടൻ ചെണ്ട, ഉടുക്ക്, ശാസ്താംപാട്ട്, അങ്ങനെ ഇൻസ്ട്രുമെൻസിൻ്റെ ഒരാളാണ്. മൂന്നാമത്തത് കലാക്ഷേത്ര എന്ന് പറയുന്ന മദ്രാസിലെ ധനഞ്ജയ മാഷിൻ്റെ അസിസ്റ്റൻ്റാണ്. ഭരതനാട്യം അങ്ങനെ 3 ചേട്ടന്മാരാണ്. അങ്ങനെയായിരുന്നു. അപ്പോൾ വീട്ടിലെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്നെ, ചെറിയ ആളാണോ? ഞാൻ ഏറ്റവും ഇളയത്, 4ാമത്തെ. എന്നെ വിട്ടു തന്നു, അഴിച്ചു വിട്ടു. അതാണ് ഏറ്റവും വലിയ. എന്താന്ന് വെച്ചാൽ നിന്റെ തീരുമാനം എന്ന് നടത്തിക്കോ. വീട്ടിൽ ചെല്ലുമ്പോൾ ചോറുണ്ടാവും, കയറി കിടക്കാം. അമ്മയുള്ളിടത്തോളം കാലം അത് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതന്നെയായിരുന്നു. പിന്നെ ചേട്ടന്മാർ നോക്കും. വീട് നോക്കുന്ന ചേട്ടന്മാരുള്ളത് കൊണ്ട് എന്നെ വാടക കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ കറണ്ട് കാശ് അടച്ചിട്ടില്ല എന്ന് പറഞ്ഞ് എനിക്ക് കോളുകൾ വരില്ല. എനിക്ക് എൻ്റെ കാര്യം നോക്കിയാൽ മതി, ഞാൻ അവരെ ബുദ്ധിമുട്ടിക്കാതിരുന്നാൽ മതി. അതാണ് ഏറ്റവും വലിയ സപ്പോർട്ട്. ഇനി ഇപ്പോൾ ഇത്രയും സന്തോഷിച്ചിരിക്കുന്ന ഒരു സമയത്ത് ചിലപ്പോൾ നമ്മളെ മനസ്സിലേക്ക് വരെ മുമ്പ് ഒരുപാട് വേദനിച്ച എന്തെങ്കിലും സമയമായിരിക്കും. അങ്ങനെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് പറയാനുണ്ടോ? ഇല്ല, ഞാൻ എന്താ പറയുക, വേദനയെക്കുറിച്ചോ പരാജയത്തെക്കുറിച്ചോ ഒന്നും പറയാൻ പോയി. അതൊക്കെ കഴിഞ്ഞു. ഒന്ന് ഇപ്പോൾ ആരാണെങ്കിൽ പോലും ഒരു ചാനലിൽ ഇപ്പോൾ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കാനുള്ള യോഗ്യത ഉണ്ടാവുന്നത് നമ്മളുടെ സ്ട്രഗിളാണ്. ഡെഫിനറ്റ്ലി ആ സ്ട്രഗിള് എല്ലാവർക്കും ഉണ്ട്. അതൊരു പ്രത്യേക ഇതായിട്ട് നമ്മൾ ഇനി പറയേണ്ട കാര്യമില്ല. ഞാൻ കുറച്ച് അറിയിച്ചിട്ടുണ്ട് പല ചാനൽസിൽ പറഞ്ഞ. കാരണം എന്താണെന്ന് വെച്ചാൽ വരുന്ന തലമുറയ്ക്ക് ഇപ്പോൾ കുറച്ചും കൂടി ഈസിയായി സിനിമ, പെട്ടെന്ന് അവസരം കിട്ടുന്നുണ്ട്. അപ്പോൾ അവർ ഈസി ആവുമ്പോൾ അതിൻ്റെ മഹത്വം കുറഞ്ഞു പോവാതെ ഓരോരുത്തർ ഇത്രയും പെട്ടിട്ടാണ് ഈ സിനിമ എന്ന് പറയുന്നതിലേക്ക് വരുന്നത്. അപ്പോൾ ഈസി ആയിട്ട് കിട്ടുമ്പോൾ അത് വെറുതെ നിസ്സാരമായിട്ട് എടുക്കരുത്, അതിനുവേണ്ടി പഠിക്കണം എന്നറിയാൻ വേണ്ടി ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടാണ് വന്നത്. അതായത് ഒരു സുപ്രഭാതം കൊണ്ട് ഉണ്ടാവുന്നതല്ല കലാകാരൻ അനുഭവങ്ങൾ കൊണ്ട് തന്നെ ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഇനി ഈ ചിത്രത്തിലെ ഒരു കഥാപാത്രം അയാൾ ജീവിച്ചിരിക്കുന്നത് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്ന ഒരു പേരാണ്. അപ്പോൾ ശരിക്കും എന്താണ് ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്? ഇത്തരത്തിൽ എന്തെങ്കിലും ഇപ്പം അയാൾ ജീവിച്ചിരിക്കുന്നത് നമുക്കൊരു മിസ്റ്ററി പോലത്തെ ഒരു ഫീല് വരുന്നുണ്ട്. അത് ആരാണ് ജീവിച്ചിരിക്കുന്നത്, അത് ക്രൈം എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാവാത്ത ഒരു അവസ്ഥയാണ്. അപ്പോൾ ശരിക്കും എന്താണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലം? ഇത് സബ്ജക്റ്റ് ഭയങ്കര രസമുള്ള അതായത് സമൂഹത്തിലെ 2 തലത്തിൽ നിൽക്കുന്നവർ തമ്മിലുള്ള ഒരു ബന്ധം അല്ലെങ്കിൽ ഒരു സൗഹൃദം, അവരുടെ ഒരു കെമിസ്ട്രി, അതാണ് മെയിനായിട്ട് പറയുന്നത്. ഇതിൽ ഇപ്പോൾ വിജയേട്ടൻ എന്ന് പറയുന്ന ആൾ ഒരു എഴുത്തുകാരൻ, ഭയങ്കര വേറൊരു ലെവലിൽ നിൽക്കുന്ന ആൾ. മുരുകൻ ഏറ്റവും സാധാരണക്കാരൻ. ഇതുപോലെ തന്നെയായിരുന്നു റിയൽ ലൈഫിൽ. അതായത് വിജയ് ബാബു എന്ന് പറയുന്ന പ്രൊഡ്യൂസർ, സീനിയർ ആക്ടർ, മണികണ്ഠൻ എന്ന് പറയുന്ന പുതിയ നടൻ, സാധാരണ ലെവലിൽ നിന്ന് കയറി വന്നിട്ടുള്ള. അപ്പോൾ എനിക്ക് ആദ്യത്തെ ദിവസങ്ങളിൽ വിജയേട്ടൻ്റെ അടുത്തേക്ക് പോകാനായിട്ട്, അതായത് അഭിനയിച്ച് കഴിയും, അത് കഴിഞ്ഞ് പിന്നെ ഒരു ബഹുമാനം കൂടുതൽ കൊണ്ട് അധികം പോകാറില്ല. പതുക്കെ ഈ ക്യാരക്ടർ നമുക്ക് പിടിച്ചു തുടങ്ങി. 2 പേരും അറിയാതെ ജോൺ
മുരുകനെ കൊണ്ട് നടക്കുന്ന പോലെ പിന്നെ വിജയ് ബാബു മണികണ്ഠനെ കൊണ്ട് നടക്കുകയായിരുന്നു. രണ്ടുപേരും തമ്മിലുള്ള ഒരു കെമിസ്ട്രി ഈ സിനിമയ്ക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട്. അത് ഭയങ്കരമായിട്ടൊരു ബന്ധമുണ്ടായി. ഞാൻ അതാണ് ചോദിക്കാൻ വന്നത്. ഇപ്പോൾ ഈ ഒരു സിനിമയുമായിട്ട് ഇപ്പോൾ ഡയറക്ടർ ഞങ്ങളോട് പറഞ്ഞു, കഥ വായിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ഫീല്, അതായത് ഞാൻ ഇതിന്റെയൊക്കെയോ വഴിയിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട് എന്നുള്ളൊരു. അപ്പോൾ അത് പെട്ടെന്ന് എനിക്കൊന്ന് നെർവസ് ആയി. ഡയറക്ടർ പറഞ്ഞു, ഞാൻ ഒന്ന് നെർവസ് ആയി, ഇത് എൻ്റെ കഥയാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ എന്തായിരുന്നു ശരിക്കും ആ എക്സ്പീരിയൻസ്? അതായത് ഇപ്പോൾ ഈ സിനിമ കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും തോന്നുന്നത് ഇത് നമ്മുടെ ഗോപാലൻ ചേട്ടനാണല്ലോ, അല്ലെങ്കിൽ ഇത് മറ്റേ ചേട്ടനാണല്ലോ എന്ന് തോന്നുന്ന ഒരു കഥാപാത്രം. അതേപോലെ എനിക്ക് തോന്നി ചില രംഗങ്ങൾ അല്ലെങ്കിൽ ചില സീനുകൾ ഞാൻ അനുഭവിച്ചിട്ടുള്ളതുപോലെ ഞാൻ അനുഭവിച്ചിട്ടുള്ള ചില സ്ട്രഗിള്, അല്ലെങ്കിൽ എനിക്ക് ഉണ്ടായിട്ടുള്ള സ്വന്തക്കാരും ബന്ധുക്കാരും തമ്മിലുള്ളൊരു പ്രശ്നങ്ങൾ, അതൊക്കെ ഈ മുരുകനിലുണ്ട്. അപ്പം മുരുകനിൽ ബാലനെ സ്വീകരിച്ചതുപോലെ തന്നെ മുരുകനെ സ്വീകരിക്കാൻ എളുപ്പമായിരുന്നു. എളുപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടു, പെട്ടെന്ന് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അയാൾ. വളരെ നല്ല രീതിയിൽ കമ്മട്ടിപ്പാടം ബാലൻ്റെ യാതൊരുവിധ ചേഷ്ടകളും വരാതെ ഇത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് നമുക്ക് പറഞ്ഞു തരുന്ന രീതി തന്നെയാണ്. നന്നായി പറഞ്ഞു തന്നതുകൊണ്ട് നന്നായി വന്നിട്ടുണ്ട്. അയാളുടെ നടപ്പും അയാളുടെ ഒരു താളം തന്നെ, നമുക്ക് ഓരോരുത്തർക്കും ഓരോ താളം ഉണ്ടല്ലോ. ബാലൻ ഇങ്ങനെ ഇതാണ് ബാലൻ. മുരുകൻ എന്ന് പറഞ്ഞാൽ എന്താണ് സാറേ ഇങ്ങനെ, ഇത് ഭയങ്കര പാവം, ഒരു സത്യസന്ധത കൊണ്ട് മന്ദബുദ്ധിയായി പോയ അങ്ങനെ ചിലവരുണ്ടല്ലോ. കുറച്ച് മന്ദബുദ്ധിത്തരമുണ്ട്, കുറച്ച് ഭയങ്കര ഞാൻ അറിവുള്ള ആളാണെന്നുള്ളൊരു പൊങ്ങച്ചമുണ്ട്. ഇതൊക്കെ ഉള്ള ഭയങ്കര രസമായിട്ടുള്ള ഒരു ക്യാരക്ടർ. ഇനി എന്തെങ്കിലും ഈ ഒരു തരത്തിലുള്ള കഥാപാത്രം ചെയ്യാൻ ഇഷ്ടമുണ്ട്? അല്ലെങ്കിൽ അങ്ങനെ ഡ്രീം റോൾ എന്ന് ഞാൻ പറയുന്നില്ല, എന്നാൽ കൂടെ ഏതെങ്കിലും ഒരു തരത്തിലുള്ള കഥാപാത്രം ചെയ്യാൻ എനിക്ക് എങ്ങനെ കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഇപ്പം അങ്ങനെ നമ്മൾ പ്രത്യേകിച്ച് അങ്ങനെ ഒരു ക്യാരക്ടർ അങ്ങനെ ഫോക്കസ് ചെയ്തിട്ടില്ല. ഒരു വില്ലൻ എന്നല്ല ഞാൻ പറയുന്നത്, എന്തെങ്കിലും ഭയങ്കര ഒരു കോമഡി അല്ലെങ്കിൽ ഒരു ഭയങ്കര അങ്ങനെ എന്തെങ്കിലും ഒരു തരത്തിൽ എക്സ്പെരിമെന്റ്. അതായത് ഞാൻ ഓരോ സിനിമയും ഇപ്പോൾ കമ്മട്ടിപ്പാടം കഴിഞ്ഞ് ബാലനെ പോലെ തന്നെ ഒരു പടം വന്നിരുന്നെങ്കിൽ എനിക്ക് എൻജോയ് ചെയ്യാനൊന്നുമില്ല. എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റണം. എൻ്റെ കഴിവ് സ്കില്ല് കൂടണമെങ്കിൽ എനിക്ക് പറ്റാത്തത് വരണം. പറ്റാത്ത വരുമ്പോൾ അത് പഠിക്കാൻ ഞാൻ ശ്രമിക്കും. അപ്പോൾ ഡെഡിക്കേഷൻ ഉണ്ടാവും, സ്ട്രഗിൾ ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ചലഞ്ചിങ് ആയിട്ട് വരിക എന്നുള്ളതാണ്. ഇപ്പോൾ വന്നിട്ടുള്ള ഈ 4 ചിത്രങ്ങളും, ഇപ്പോൾ അയാൾ ജീവിച്ചിരിപ്പുണ്ട്, ബഷീറിൻ്റെ പ്രേമലേഖനം, അലമാര, കളം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചിത്രം. അപ്പോൾ ഇതെല്ലാം തന്നെ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള സാധനങ്ങൾ. എനിക്ക് തോന്നുന്നു ആ ചിത്രങ്ങളിലെ കഥാപാത്രം എങ്ങനെയൊക്കെയാണ്? അതും എനിക്ക് ഇതുവരെ എൻ്റെ ഭാഗ്യം കൊണ്ട് എനിക്കറിയാത്ത, അല്ലെങ്കിൽ ഞാൻ സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ക്യാരക്ടേഴ്സ് ഒന്നും വന്നിട്ടില്ല. അതുകൊണ്ട് അതിൽ സത്യസന്ധത ഉണ്ടാവും. ഞാൻ കണ്ടിട്ടുള്ള, അല്ലെങ്കിൽ എന്നെക്കൊണ്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നതാണ്. ചെയ്യാവുന്ന ഞാൻ വിശ്വസിക്കുകയും ഞാൻ എൻജോയ് ചെയ്യുകയും ചെയ്താലാണ് പ്രേക്ഷകൻ വിശ്വസിക്കാനും എൻജോയ് ചെയ്യാനും പറ്റുള്ളൂ. അപ്പോൾ ബഷീറിന്റെ പ്രേമലേഖനം വേറൊരു കാലഘട്ടമാണെന്നാണ് പാട്ടൊക്കെ കണ്ടപ്പോൾ തോന്നിയത്. അപ്പോൾ അതിലെ ക്യാരക്ടർ എങ്ങനെയുള്ള ഒരു കഥാപാത്രം? അതിൽ ഉസ്മാൻ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറാണ്. ഉസ്മാൻ ഈ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു ക്യാരക്ടറാണ്. കൂടുതൽ അതിനെക്കുറിച്ച് പറയുന്നില്ല. അലമാരയിൽ സുപ്രൻ, അലമാര 17 റിലീസിന് വെയിറ്റ് ചെയ്യണം. സുപ്രൻ എന്ന് പറഞ്ഞ ഒരു സണ്ണി വെയിൻ്റെ അമ്മാവനായിട്ട്, അമ്മാവൻ ക്യാരക്ടർ ചെയ്ത് വേറൊരു ഏജിൽ ചെയ്ത്. അങ്ങനെ എന്താ പറയുക, എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ് കിട്ടുന്നുണ്ട്. അതൊരു ഭാഗ്യമാണ് ഒരു ആക്ടറെ സംബന്ധിച്ച്. ഇങ്ങനെ കിട്ടുക എന്നുള്ള വേറെ കിട്ടുക, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യപ്പെടുമല്ലോ. അതിന് ഒരു ക്യാരക്ടർ വല്ലാതെ എസ്റ്റാബ്ലിഷ് ആവുമ്പോൾ അതിനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. അത് തന്നെ വന്നുകൊണ്ടിരിക്കും. ഇതങ്ങനെയല്ല, അത് കമ്മട്ടിപ്പാടത്തിന്റെ ഗുണം തന്നെയാണ്. കാരണം കമ്മട്ടിപ്പാടം ബാലന് എല്ലാ ഇമോഷൻസും അവതരിപ്പിക്കാനുള്ള അവസരമുണ്ട്. അയാള് ഗുണ്ട മാത്രമല്ല, പ്രേമിക്കുന്നുണ്ട്, കരയുന്നുണ്ട്, സ്നേഹമുണ്ട്, കൂട്ടുകാരോടുള്ള ഇതുണ്ട്. എല്ലാ ഇമോഷനും പ്രകടിപ്പിക്കാൻ കിട്ടുന്ന ഒരു അവസരം കിട്ടുക എന്നുള്ളതാണ് ഭാഗ്യം. അത് കിട്ടിയത് കൊണ്ടാണ് അയാളെ കോമഡി ഇടാം. ഇപ്പം അതിനകത്ത് കോമഡി ഒക്കെ കാണിക്കുന്നുണ്ട് കമ്മട്ടിപ്പാടത്തിൽ, കോമഡി ആയിട്ട് ഡാൻസ് കളിക്കുന്നതൊക്കെ. അപ്പം അന്ന് കോമഡിയിൽ ഇട്ട് നോക്കാം, ചിലപ്പോൾ വർക്കൗട്ടാവും എന്ന് തോന്നണമെങ്കിൽ, അല്ലെങ്കിൽ ഇവനെ കൊണ്ട് പ്രേമിപ്പിച്ച് നോക്കാം. ഇപ്പോൾ ബഷീറിൻ്റെ പ്രേമലേഖനത്തിൽ എനിക്ക് ചെറിയൊരു പ്രേമമുണ്ട്. രഞ്ജിനിയാണ് എൻ്റെ കൂടെ അഭിനയിച്ചിട്ടുള്ള സിംഗർ, രഞ്ജിനി ജോസ്.
അപ്പോൾ അതാണ്. ഇനി ഇപ്പൊ ഈ രണ്ട് അവാർഡ് വിന്നേഴ്സും തമ്മിൽ സംസാരിച്ച് കൺഗ്രാറ്റുലേറ്റ് ഒക്കെ ചെയ്തോ? പിന്നെ ഞാൻ നേരെ കമ്മട്ടിപ്പാടത്തിൽ പോയി, വിനായകൻ ചേട്ടൻ്റെ വീട്ടിൽ പോയി, വിനായകൻ ചേട്ടനെ കെട്ടിപ്പിടിച്ചു, ഞങ്ങളവിടെ ആഘോഷിച്ചു. പിന്നെ മൊത്തം തൃപ്പൂണിത്തുറക്കാരൊക്കെ ആഘോഷത്തിലാണ്, എല്ലാവരും സന്തോഷത്തിലാണ്. നമുക്ക് എന്താ പറയുക, എൻ്റെ നാടിന് സംസ്ഥാന അവാർഡ് കൊണ്ടുവന്ന് വയ്ക്കാൻ സാധിച്ചതിൽ അതിൽ എനിക്ക് യോഗം ഉണ്ടായതിൽ എല്ലാവരോടും. ഇനിയിപ്പോൾ ഏതായാലും ഇത്ര സന്തോഷിച്ചിരിക്കുന്ന ഒരു സമയം, അപ്പോൾ ആ മൂവി റിലീസിനെത്തി. അപ്പോൾ എന്താണ് ശരിക്കും പ്രേക്ഷകരോട് പറയാൻ? ഒരിക്കലും കമ്മട്ടിപ്പാടം ബാലൻ ചേട്ടനെ കാണാൻ ആരും വരരുത്. ബാലൻ ചേട്ടനല്ല, ബാലൻ ചേട്ടൻ്റെ ആ ഒരു ഗാംഭീര്യമോ അല്ലെങ്കിൽ ആ ഒരു നെഞ്ചു വിരിച്ചുള്ള നടപ്പോ ഇല്ല. മുരുകനൊരു പാവം മത്സ്യത്തൊഴിലാളി. പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, നിങ്ങൾ കണ്ടിട്ടുള്ള ആരെങ്കിലുമാണെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഒരു ജീവിതം പറയുന്ന ഒരു സിനിമയാണ്, എല്ലാവരും കാണണം. പിന്നെ എനിക്കൊരു ഭാഗ്യം ഉണ്ടായത്, മ്യൂസിക് ഔസേപ്പച്ചൻ സാറ് പാടിയിട്ടുള്ള ഒരു പാട്ടിന് ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അത് ആദ്യമായിട്ടാണ് പാടി അഭിനയിക്കുന്നത്, അതൊരു പ്രത്യേകതയാണല്ലോ. അപ്പോൾ സിനിമ എല്ലാവരും കാണണം. പിന്നെ അവാർഡ് കിട്ടിയതിന് വളരെയധികം സന്തോഷം. ഈ അവാർഡ് ഓരോ ഇനി ചാൻസ് ചോദിച്ച് സിനിമയിലേക്ക് വരാൻ ഉള്ള സാധാരണക്കാരന് കിട്ടിയ അവാർഡാണ്. കാരണം അവർക്കൊക്കെ ഒരു പ്രചോദനമാണ് മണികണ്ഠൻ. അവരുടെ മുമ്പിൽ എനിക്ക് കലാഭവൻ മണി, ശ്രീനിവാസൻ ചേട്ടൻ, വിനായകൻ ചേട്ടനൊക്കെ പ്രചോദനമായിരുന്നു. അതേപോലെ എനിക്കും അങ്ങനെ നിങ്ങൾക്കൊക്കെ ആവാൻ കഴിഞ്ഞതിൽ സന്തോഷം. അപ്പോൾ അതുപോലെ തന്നെ എല്ലാ പ്രേക്ഷകരോടും ഒരുപാട് പേർക്ക് പ്രചോദനം തന്നെയാണ്. അപ്പോൾ ഇനിയും അങ്ങനെ തന്നെ തുടരട്ടെ. എല്ലാ ആശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച്.